സ്നേഹപ്പെട്ട എല്ലാവർക്കും ബന്ധത്തിലേക്ക് സ്വാഗതം. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ലൂക്കോസ് 22:10 വാക്യം. ഞാൻ ഒരു പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തു. അവിടെ അലങ്കാരങ്ങളും സമ്മാനങ്ങളും വിശേഷ ഭക്ഷണങ്ങളും ഒക്കെ ഒരുക്കിയിരുന്നു. ജന്മദിനം ആഘോഷിക്കുന്ന പെൺകുട്ടികൾക്ക് പടിനീരും പഴങ്ങളും ചുവന്ന വെൽവെറ്റ് കേക്കും പ്രിയങ്കരമായിരുന്നുകൊണ്ട് അതെല്ലാം തയ്യാറാക്കിയിരുന്നു. ഒരാൾക്ക് ഇഷ്ടവിഭവമായ ഭക്ഷണം ഒരുക്കുമ്പോൾ നാം പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ്. ബൈബിളിൽ വിരുന്നും ആഘോഷങ്ങളും ഉത്സവവും ഒക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ വിശ്വസ്തരാഘോഷമായി ബന്ധിപ്പിക്കുന്നു. ഇസ്രായേലിലെ യാഗാർപ്പണത്തോടനുബന്ധിച്ച് വിരുന്നിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്ഥാനമുണ്ടായിരുന്നു. സംഖ്യ 28:11-30 പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. പെസഹ, വാഴോത്സവം, മാസ്തറുള്ള അമാവാസി എന്നീ ആഘോഷങ്ങളൊക്കെ വിരുന്നുണ്ടായിരുന്നു. സംഖ്യ 23:5 നാം പഠിക്കുമ്പോൾ നന്മയും കരുണയും കവിഞ്ഞൊഴുകുന്ന പാനപാത്രവും സമൃദ്ധമായ ഭക്ഷണമൊക്കെയായി ദൈവം മോശയ്ക്ക് മേശയൊരുക്കുന്നതിനെ പറ്റി പറയുന്നു. യേശു ഒരപ്പം നുറുക്കി പാനപാത്രമെടുത്ത് നമ്മുടെ രക്ഷയ്ക്കായുള്ളതിൻ്റെ ക്രൂശമരണത്തെ സൂചിപ്പിച്ചു സംസാരിച്ചതാകാം. ഭക്ഷണപാനീയങ്ങളെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ ചിത്രീകരണം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നവൻ ആഹ്വാനം നൽകി. ലൂക്കോസ് 22:19 വാക്യം. ഇന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ തൻ്റെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും പ്രദർശനമായി നമുക്ക് ഭക്ഷണം ഒരുക്കിയ വാഴയും വയറും സൃഷ്ടിച്ച ദൈവത്തെ ഓർക്കുവാൻ ഒരു നിമിഷം മാറ്റിവെക്കണം. നമ്മുടെ ദൈവം തൻ്റെ വിശ്വസ്തരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നവനാണ്. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യത്തിന് അനിവാര്യമായി നന്മദാനം ചെയ്ത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവനാണ്. ഒരു ആഘോഷവേളയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണം എന്താണ്? ഇന്ന് ഭക്ഷണം ആസ്വദിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുന്നത് എന്തുകൊണ്ട്? പ്രാർത്ഥിക്കാൻ. ദൈവമേ, അങ്ങ് വിശ്വസ്തയോടെ ഞങ്ങൾക്ക് സകലവും അനുദിന ആഹാരം ആത്മരക്ഷയും നൽകിയതിനായി നന്ദി. താങ്ക് ഗോഡ്. ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളാണ് ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.